ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ചിക്കൻ കിഴി ഉണ്ടാക്കാമെന്നാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിനെ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 കഷ്ണം നാരങ്ങയുടെ നീര് കൂടെ അല്പം ഒരു പുളിക്ക് വേണ്ടിയിട്ട് അതുകൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ചിക്കൻ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കുക. അധികം ഫ്രൈ ആവേണ്ട. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗമായിട്ടുണ്ടാവും. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആവേണ്ട, ഒരു ഷാലോ ഫ്രൈ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വേറൊരു അടുപ്പിൽ ഇത് വേവട്ടെ. അപ്പോഴേക്കും നമുക്കൊരു ഇതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ഞാനിവിടെ വേറൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള, പച്ചമുളക്, കറിവേപ്പില ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. പിന്നെ ഒരു സവാള. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ അതേ ചിക്കനിൽ ചേർത്ത അതേ മസാലകൾ ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തത് ഇപ്പോൾ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും മസാലകൾ കൂടി ചേർത്ത് നല്ലവണ്ണം അത് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി കൂടെ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചിക്കൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കിഴി ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് ഇതിനെ കിഴി കെട്ടിയെടുക്കണം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കിഴി കെട്ടണം. കിഴി കെട്ടാൻ നമുക്ക് ആവശ്യമുള്ളത് വാഴയിലയാണ്. ഞാനിവിടെ ഒരു വാഴയില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ചിക്കനെ ഒന്ന് നമുക്ക് കുറച്ച് ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് 2 കിഴിയായിട്ട് കെട്ടാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കിഴി കെട്ടി കൊടുക്കാം. ഞാൻ വാഴയുടെ അത് തന്നെ എടുത്തിട്ട് തന്നെയാണ് കെട്ടുന്നത്. ഈ വാഴയിലയുടെ ടേസ്റ്റ് കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ചിക്കന്. നമ്മുടെ ഒരു കിഴി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് കൂടെ കെട്ടാം. അങ്ങനെ 2 കിഴി ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചിക്കൻ ആക്കിയ അതേ പാൻ അത് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. അല്പം കൂടെ നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ആക്കി വെച്ചിരിക്കുന്ന കിഴി വെച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് അവിടെ കിടന്ന് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ വേവിച്ചെടുക്കാം. പറ്റുമെങ്കിൽ ഒന്ന് അടച്ചുകൂടെ വെച്ചു കൊടുത്താൽ മതി. അവിടെ കിടന്ന് അങ്ങനെ കുക്കായിക്കോട്ടെ. നമ്മുടെ കിഴിയും കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.